മൂർഖൻ പാമ്പും മുയലുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. മൂർഖൻ പാമ്പിനു വേണ്ടി രഹസ്യമായി തവള വോട്ട് പിടിച്ചു. തവളയ്ക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. മൂർഖൻ പാമ്പിനു വേണ്ടി രഹസ്യമായി വോട്ട് പിടിച്ച തവള പരസ്യമായി തന്നെ മൂർഖൻ പാമ്പിന്റെ ഗംഭീര വിജയം കേട്ടു. മൂർഖൻ പാമ്പിന്റെ വയറിനകത്തിരുന്ന്. ഈ ചെറിയ കവിത കാലികമായ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് കേവലം ആകസ്മികം മാത്രമാണ് എന്ന ഓർമ്മക്കുറിപ്പോടെ ഞാൻ ആരംഭിക്കുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഈ വൈജ്ഞാനിക വിനോദ പരിപാടി, ദിസ് ഇൻഫോർടൈൻമെന്റ് ഷോ വാചകരാജ. നമ്മുടെ ജൂറി ചീഫ് ശ്രീ മണിയൻ പിള്ള രാജു, ഡോക്ടർ രാധിക സി നായർ, നമസ്കാരം. വളരെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മേനക ചേച്ചി. ഈ ദിവസത്തെ അടുത്ത മത്സരാർത്ഥി ഒരു ചെറിയ പെൺകുട്ടിയാണ്. സംസ്ഥാന തലത്തിൽ ഒട്ടനവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആ കൊച്ചുമിടുക്കിയെ, സൂര്യ. ഓൾ ദി ബെസ്റ്റ് സൂര്യ. താങ്ക് യു സർ. ലോട്ടെടുക്കും. എന്ന് വായിക്കും. എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ആരെഴുതിയതാണെന്നറിയാമോ? കുഞ്ചൻ നമ്പ്യാർ. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ വരികളാണ്. സൂര്യക്ക് അവസാനം കിട്ടിയ സമ്മാനം ഏതാണ്? എനിക്ക് സഹകരണ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാനതല പ്രസംഗ പുരസ്കാരം. ഓൾ ദി ബെസ്റ്റ്. എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. പരിഹാസത്തെ പടവാളാക്കി മാറ്റിയ കുഞ്ചൻ നമ്പ്യാർ ഇപ്രകാരവും പാടി: മുമ്പേ ഗമിച്ചീടിന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. രാജ്യത്തെ രാജാവ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെയായിരിക്കും അദ്ദേഹം നയിക്കുന്ന ജനങ്ങളും. അപക്വമായ രാഷ്ട്രീയ നേതൃത്വമാണ് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മാത്രമാക്കേണ്ട, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന മറ്റേതൊരു രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും: അഴിമതി എന്ന അർബുദത്തിന്റെ ഉറവിടം സാധാരണക്കാരനിൽ നിന്നല്ല. അഴിമതി എന്നത് ഒരു പിരമിഡാണ്. തലപ്പത്തിരിക്കുന്ന ഭരണവൃന്ദമാണ് സമൂഹത്തെ മുഴുവൻ നയിക്കുന്നത്. തങ്ങളുടെ അധികാരമോഹത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവർ രൂപം നൽകുന്ന അഴിമതി സമൂഹത്തെ മുഴുവൻ കാർന്നു തിന്നുവാൻ കാരണമാകുന്നു. അധികാരത്തിന്റെ മാദകതയിൽപ്പെട്ട് 5 രൂപ വാങ്ങിക്കേണ്ട സ്ഥാനത്ത് 50,000 രൂപ ഒരു രാഷ്ട്രീയ നേതാവ് വാങ്ങുമ്പോൾ സമൂഹത്തിലെ സാധാരണക്കാരെ പോലും അതിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേലുത്തമ്പി ദളവ എന്ന മഹാൻ ഇവിടം ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ അഴിമതിയുടെ വിളയാട്ടമില്ലായിരുന്നുവെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, അഴിമതി എന്ന കളങ്കമേശാത്ത ഒരു ഭരണാധികാരി അന്ന് അധികാരത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു. ഏമാന്മാർക്കോ എന്തുമാകാം, അടിയാളർക്ക് അതിനപ്പുറമാകാം എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. എന്തു തന്നെയായാലും സമൂഹത്തിലെ നേതാവ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെയായിരിക്കും അദ്ദേഹം നയിക്കുന്ന ജനങ്ങളും. എന്തിനേറെ പറയുന്നു, ഇന്ന് ഈ വാചകരാജ എന്ന വാക്കിന്റെ തേരോട്ടത്തിൽ നമ്മെ നയിക്കുന്ന തേരാളിയായ GS പ്രദീപ് എന്ന ഈ മഹാമനുഷ്യൻ വാക്കുകളെ ഇട്ട് അമ്മാനമാടുമ്പോൾ തീർച്ചയായും അദ്ദേഹം നയിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും വാക്കുകൾ കൊണ്ട് നിങ്ങളെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുമെന്നതിൽ സംശയമില്ല. എംബ്രാൻ അല്പം കട്ടുമുടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. അതായത് ആരാണോ നയിക്കുന്നത് അയാൾ കൽക്കാൻ പാടില്ല, നന്നായിരിക്കണം എന്നാണ്. ശരി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും സമൂഹം മുഴുവനും. രാജേട്ടാ. സൂര്യ ഒരു മിടുക്കിയാണ്. ഒരു കാര്യങ്ങൾ പറയുന്നതിനകത്തൊരു വ്യക്തതയും, മറ്റു പലരും പറയുന്ന വാക്കുകൾ സൂര്യ പറയുമ്പോൾ അറിയാതെ ഒരു സൗന്ദര്യം. എനിക്കറിയില്ല, എന്തായാലും വളരെ നന്നായി. താങ്ക് യു. രാധിക. സൂര്യയുടെ പ്രസംഗം 2 മിനിറ്റല്ല, കുറേ നേരം കൂടി കേട്ടുകൊണ്ടിരിക്കാൻ തോന്നി. അത്ര നന്നായിട്ടാണ് സൂര്യ പ്രസന്റ് ചെയ്തത്. നല്ല ശബ്ദത്തിൻ്റെ പോലെ നല്ല നിയന്ത്രണമുണ്ട്, പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. നന്നായിരുന്നു മോളെ, മനസ്സിലായിരുന്നു. കലക്കിയാട്ടോ, നല്ല സ്പഷ്ടത ഉണ്ടായിരുന്നു പറയുന്നതിൽ. പിന്നെ ഓഡിയൻസിന് ഇങ്ങനെ ചുറ്റിലും നോക്കി ആ ഒരു സെൻറ്റൻസ് തീർന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത ലൈൻ എടുക്കുമ്പോഴും നല്ല കോൺഫിഡൻസ്, മനസ്സിന് നല്ലൊരു കേൾക്കണം, ഈ പ്രസംഗം കേൾക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. എക്സലന്റ്. വളരെ ബ്ലെൻഡിങ് ഉണ്ടായിരുന്നു. നന്നായിരുന്നു സൂര്യ.